കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഇന്ന് ഇപ്പോൾ രാവിലെ 8 മണി കഴിഞ്ഞ് ഒരു 8:10 കൂടിയിട്ട് ഗുരുവായൂരപ്പന് പാലഭിഷേകം നടന്നു. അതുപോലെ ശംഖാഭിഷേകം ഉണ്ടായിരുന്നു. പാലഭിഷേകം വളരെ അപൂർവമാണ്. അപൂർവമല്ല, അത്രയ്ക്കും പുണ്യമാണ് പാലഭിഷേകം കണ്ടാൽ. ഭഗവാന്റെ ചതുർബാഹുവായ നാരായണ വിഗ്രഹത്തിൽ, അതായത് മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ പൂജിച്ച, ബ്രഹ്മദേവൻ പൂജിച്ച, അതുപോലെ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജിച്ച ആ ദേവതകളൊക്കെ വന്ന് രാത്രി നിർമാല്യത്തിന് മുൻപ് നട അടച്ചാൽ അർച്ചനയും ഒക്കെ നടത്തുന്ന നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ശുദ്ധമായ പാലുകൊണ്ടുള്ള അഭിഷേകമാണ്. അത് വളരെ മനോഹരമാണ്. ആ ചതുർബാഹുവായ വിഗ്രഹത്തിൻ്റെ ഓരോ തരികളിലും, അതായത് ഓരോ ഇടത്തും ആ പാല് അഭിഷേകമായിട്ട് ചെല്ലും. ആ പാല് ഭക്തർക്ക് കിട്ടും. അഭിഷേകം കഴിഞ്ഞാൽ ഭക്തർക്ക് തരും. വളരെ മഹത്തരമായ ആ ഒരു കർമ്മമാണ് പാലഭിഷേകം. ചില ഭക്തർക്ക് അതിനുള്ള ദർശന ഭാഗ്യം കിട്ടും ചില സമയത്ത്. ഇന്നിപ്പോൾ ഏകദേശം 8:15 മുതൽ ഒരു 8:20 വരെയാണ് അതിൻ്റെ സമയമുണ്ടായത്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പന്തീരടി പൂജയ്ക്കായിട്ട് നട അടച്ചു. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ, വേറെ ഒന്നുമില്ലാത്ത, അതായത് വെറും ചതുർബാഹുവായ ആ മൂലവിഗ്രഹത്തുമിലാണ് ഈ അഭിഷേകങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതൊരു കാഴ്ച വളരെ മനോഹരം തന്നെയാണ്. അപ്പോൾ ഇന്ന് അതിനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ആ പാലഭിഷേകം കണ്ടു, അവിടെ നിന്ന് തന്നെ കണ്ടു, ആ സോപാനപ്പടിയിൽ നിന്ന് തന്നെ കണ്ടു എന്ന് സങ്കല്പിക്കുക. മനസ്സിലിങ്ങനെ വിചാരിക്കുക, ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലൂടെ പാലിങ്ങനെ അഭിഷേകം ചെയ്യുന്നത്, അഭിഷേകം ഒഴുകി വരുന്നത് നമ്മൾ കാണുന്ന ആ ഒരു ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് മനസ്സിലാവും. അതുപോലെ എന്നൊക്കെ അലങ്കാരമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ അലങ്കാരങ്ങളാണ് ബാക്കി ഗണപതിക്കും ഭഗവതിക്കും അനന്തപത്മനാഭസ്വാമിക്കുമൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ആ ഗുരുവായൂരപ്പൻ്റെ പാലഭിഷേകം ദർശിച്ച ആ പുണ്യം എല്ലാവർക്കും എത്തട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.